നൂഹ് നബിയുടെ പ്രബോധനം കേട്ട ജനങ്ങൾ അടങ്ങിയിരുന്നില്ല. അവർ രോക്ഷാകുലനായി. അതിലെ ചിലർ നൂഹ് നബിയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, ഇങ്ങനെയുള്ള സംസാരങ്ങൾ നീ അവസാനിപ്പിക്കണം. ഞങ്ങളുടെ ദൈവങ്ങൾ ബിംബങ്ങളാണ്, നിന്റെ അള്ളാഹു അല്ല. ഞങ്ങളുടെ ആരാധന അത് തീയോട് മാത്രമാണ്. ഞങ്ങളെ ചോദ്യം ചെയ്യാൻ നിനക്ക് എന്താ അർഹതയാണുള്ളത്? ഈ വക സംസാരം നീ ഉപേക്ഷിച്ചില്ലെങ്കിൽ നീ ഈ മണ്ണിൽ ചോര തുപ്പേണ്ടി വരും. ഇത് നിനക്കുള്ള താക്കീട്ടാണ്. പക്ഷേ നൂഹ് നബി അലൈഹി ഇസ്ലാം അതൊന്നും ചെവികൊണ്ടതേയില്ല. അവരുടെ ഭീഷണിക്ക് വകവെക്കാതെ വീണ്ടും വീണ്ടും നാട്ടിൽ പ്രബോധനം നടത്തിക്കൊണ്ടേയിരുന്നു. നൂഹ് നബി അലൈഹി ഇസ്ലാം അവരെ തൗഹീദിലേക്ക് വിളിച്ചുകൊണ്ടേയിരുന്നു. അവസാനം സഹികെട്ട മനുഷ്യർ നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ ദേഹോദ്രവം നടത്തി. അവർ നബിയെ ശക്തമായി മർദ്ദിച്ചു. മർദ്ദനമേറ്റ് അവശനായ നൂഹ് നബി അലൈഹി ഇസ്ലാം ബോധരഹിതനായി നിലത്ത് വീണു. നബിയെ ആക്രമിച്ച ദുഷ്ടന്മാർ മടങ്ങിപ്പോകെ നൂഹ് നബി ഇസ്ലാമിന് ബോധം തിരിച്ചു ലഭിക്കുകയും അവിടെ നിന്നും മെല്ലെ എഴുന്നേറ്റ് വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു.